ഹലോ ജിയോസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ടൈംസ്. അങ്ങനെ എന്റെ 6ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂ ടൈംസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരു വലിയ സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു 2026 എത്തിയിരിക്കുകയാണ്. 2026 തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമാണ് കാണുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും വിഷിംഗ് യു എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ. വേഗം 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 നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഒക്കെ ഇട്ട് എല്ലാവരും ഒന്ന് ഉഷാറാക്കി നോക്കട്ടെ. ഇവിടെ നമ്മുടെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ പവറൊക്കെ ഒന്ന് കാട്ടെ, വേഗം ആയിക്കോട്ടെ. യെസ്, അടിപൊളി. യെസ്, നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയ്ക്ക് മുഖവുര എന്നുള്ള 9ാമത്തെ ചാപ്റ്റർ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നിങ്ങൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ ഭരണഘടനയെന്നൊക്കെയോ. വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേച്ചി ചേട്ടന്മാരൊക്കെ വലിയ ക്ലാസ്സുകളിൽ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇവർ പറയുന്നതായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. റെഡിയാണോ? യെസ്. അപ്പൊ നോക്കിക്കടാ, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും വേഗം തന്നെ നമ്മുടെ നോട്ട്ബുക്ക് എടുക്കുക, സോഷ്യൽ സയൻസിന്റെ. ദെൻ ഹെഡിങ് ഒക്കെ കൊടുക്കുക, ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നമ്മുടെ ചാപ്റ്റർ ഹെഡിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഹെഡിങ് ഒക്കെ ഒന്ന് കൊടുത്തേ, വേഗം ആയിക്കോട്ടെ. യെസ് മക്കളെ, അപ്പോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡ് എഴുതിയിട്ട് അതിന് തൊട്ടു മുകളിലായിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഭരണഘടന എന്നുകൂടി എഴുതി വെക്കുക കേട്ടോ. ഭരണഘടന. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാൻ കിടക്കാണ് ചാപ്റ്ററിലേക്ക്. യെസ്, നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വന്നിട്ടുണ്ട്. ദെൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെ? യെസ്, നോക്കാം. എടാ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഭരണഘടന? നോക്കാം നമുക്ക്. India is a vast and diverse country with people from many sections living together. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 1, 2, 3, 4 ജനങ്ങളല്ല താമസിക്കുന്നത്. എങ്ങനെയാണ്? വളരെയധികം അല്ലെ, കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടാനുകോടി ജനങ്ങൾ താമസിക്കുന്ന പല ജാതിയിലും പല മതത്തിലും പല വിഭാഗത്തിലും പെട്ട പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ കൂടി ചേർന്ന് ഇവരെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു വലിയ ജനസംഖ്യയൊക്കെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ? യെസ്. അപ്പൊ നോക്കാം, ഇന്ത്യ ഈസ് എ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി. നോക്കാം, വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? വിശാലം, വിശാലമായ. അതേപോലെ തന്നെ ധാരാളം ജനങ്ങൾ, പല വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ പല മതങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന പല ഏജ് ഗ്രൂപ്പിലുള്ള പല ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. നോക്കാം, വിശാല ഭൂമിയും വലിയ ജനസംഖ്യയുമുള്ള വിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുടേത്. ദ പ്രോഗ്രസ് ഓഫ് സച്ച് എ നേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. കണ്ടോ? അപ്പൊ നമ്മുടെ ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? സച്ച് ആസ് ദ ലോസ്, നിയമങ്ങളും ചട്ടങ്ങളും അതേപോലെ തന്നെ സിസ്റ്റംസ് ആണ് അല്ലെ? ഏതൊക്കെയാണ്? ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ് ആണ്. ഏതൊക്കെയാണ്? നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഈ വൈവിധ്യമാർന്ന രാജ്യം മുന്നേറുന്നത്. അപ്പൊ ഈ 3 വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്തേക്കാം: ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ, നോക്കടാ, എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എക്സ്പ്ലനേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം നമ്മൾ പഠിക്കാൻ പോവാണ്. നോക്കിയേ, എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഒതന്റിക് ഡോക്യുമെന്റ്. എല്ലാവരും മിസ്സിന്റെ ഒപ്പം വേർഡ് ഒന്ന് വായിക്കാം. ഇറ്റ്സ് ആൻ ഒതന്റിക് ഡോക്യുമെന്റ് ആണ് എന്ന് പറഞ്ഞു അല്ലെ? നോക്കാം, അതേപോലെ തന്നെ എന്താ പറയുന്നേ? ദാറ്റ് കണ്ടെയ്ൻസ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ അഥവാ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നോക്കിക്കേ, ഫണ്ടമെന്റൽ ലോസ് അല്ലെ? ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ലോസ്, അതായത് അടിസ്ഥാന നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, ദെൻ റൂൾസ്, വ്യവസ്ഥകൾ എന്നിവയെല്ലാം കൂടിയിട്ടുള്ള ഒരു ആധികാരിക അല്ലെങ്കിൽ ഒതന്റിക് ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും മക്കളെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഒതന്റിക് ഡോക്യുമെന്റ് അല്ലെ? ഒതന്റിക് ഡോക്യുമെന്റ്, ആധികാരിക രേഖയാണ്.
അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഫണ്ടമെന്റൽ ലോസ് അല്ലെ, അടിസ്ഥാന നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ, ആൻഡ് റൂൾസ് അല്ലെ, വ്യവസ്ഥകൾ. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായത് അല്ലെ, ഒരു രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൃത്യമായ ഗവൺമെന്റും അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ വേണം അല്ലെ. അപ്പൊ നോക്കാം, ഇറ്റ് ഈസ് ദ ഒതന്റിക് ഡോക്യുമെന്റ്. അപ്പൊ ഈ 3 വേർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒതന്റിക് ഡോക്യുമെന്റ് അഥവാ ആധികാരിക രേഖയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളത്? ഫണ്ടമെന്റൽ ലോസ്, അടിസ്ഥാന നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ, അതേപോലെ തന്നെ റൂൾസ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണോടാ കുഞ്ഞുങ്ങളെ? യെസ്. ഇനി അടുത്ത് നോക്കിയേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഹമ്മുറാബിയെ കുറിച്ചാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ കോഡ് ഓഫ് ഹമ്മുറാബി അഥവാ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഒരു കഥ പോലെ നമുക്ക് പഠിക്കാം. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് ദ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ്സ് ഇൻ ദ വേൾഡ് കേട്ടോ. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ഒരു ഭരണാധികാരി ആയിരുന്നു ആര്? ഹമ്മുറാബി. ആരായിരുന്നു? ഹമ്മുറാബി. ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ഒരു ഭരണാധികാരിയായിരുന്നു. ഹമ്മുറാബി ഈസ് ദ റൂളർ ഓഫ് ഏൻഷ്യന്റ് ബാബിലോൺ അല്ലെ. ഏൻഷ്യന്റ് പുരാതന ബാബിലോണിയനിലെ ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി എന്നുള്ളത്. അപ്പൊ 2 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഹമ്മുറാബി എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ ഏറ്റവും പഴയ ഒരു നിയമ സംഹിതയാണ് നമ്മൾ ഈ പറഞ്ഞ കോഡ് ഓഫ് ഹമ്മുറാബി. ഈ ഹമ്മുറാബി എന്ന് പറയുന്ന അദ്ദേഹം ആരായിരുന്നു? ബാബിലോണിയനിലെ ഭരണാധികാരിയായിരുന്നു. ഇനി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് നോ വൺ കുഡ് വയലേറ്റ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് ദ കിങ്ഡം. അപ്പൊ എന്താണ് ഹമ്മുറാബിയുടെ ഈ നിയമസംഹിതയിൽ അഥവാ കോഡ് ഓഫ് ഹമ്മുറാബിയിൽ പറയുന്ന കാര്യം? രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ, ഫണ്ടമെന്റൽ ലോസ് അഥവാ അടിസ്ഥാന നിയമങ്ങളിൽ ആരും ലംഘിക്കരുത് എന്നാണ് ഈ കോഡ് ഓഫ് ഹമ്മുറാബി നമ്മെ പഠിപ്പിച്ചത്. ക്ലിയർ? അപ്പൊ എന്താ പറഞ്ഞത്? ഏൻഷ്യൻ ബാബിലിയോൺ, പുരാതന ബാബിലിയോണിലെ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി. അദ്ദേഹത്തിന്റെ ഭരണ സംഹിതയായിട്ടുള്ള അല്ലെങ്കിൽ കോഡ് ഓഫ് ഹമ്മുറാബിയിൽ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ, ഫണ്ടമെന്റൽ ലോസ് ആരും വയലേറ്റ് ചെയ്യരുത് അഥവാ തെറ്റിക്കരുത്, ലംഘിക്കരുത്. ക്ലിയർ ആണേ? അത്രേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. ഇനി അടുത്തതാണ് മാഗ്ന കാർട്ട. ഓക്കെ, എന്തായിരിക്കും ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമുക്ക് നോക്കാം മാഗ്ന കാർട്ട എന്താന്നുള്ളത്. യെസ്, മിസ് ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ടോ? നോക്കിക്കടാ, നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? ഒരാളിരുന്ന് എന്തോ കാര്യമായിട്ട് എഴുതുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? എന്തോ കാര്യമായിട്ട് എഴുതുന്ന കാണാൻ പറ്റും. ഈ എഴുതുന്ന ആളുടെ ചുറ്റുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഈ വട്ടം കൂടി നിൽക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിലൊക്കെ ആയിട്ട് നോക്കിക്കേ ആയുധങ്ങളൊക്കെ കാണാം അല്ലെ നമുക്ക്. കണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു ആയുധം കാണാം, അതേപോലെ ഇവിടെ ഒരു ആയുധം കാണാം. അങ്ങനെ കുറച്ച് ആയുധങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം ഒരു എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയേ. യെസ് മക്കളെ, ഞാനിവിടെ ഒരു കഥ പറയാൻ പോവാണ്. നോക്കിക്കേ, ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഭരണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാജാവിൻ്റെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് രാജാവ് ഇങ്ങനെ മുന്നോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറെ ആയി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനോ അവരുടേതായ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോ അവരൊരു ദിവസം എന്ത് ചെയ്തുന്നോ, ഈ ഇരിക്കുന്ന ഈ പുള്ളിക്കാരൻ ആരാ നമ്മളിപ്പോ പഠിക്കും കേട്ടോ. ഈ പുള്ളിക്കാരനെ എന്ത് ചെയ്തു? പിടിച്ചിരുത്തി ഒരു കരാറിലങ്ങ് ഒപ്പുവെച്ചു. എന്തായിരുന്നു ആ കരാറ്? ആ കരാറാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മാഗ്ന കാർട്ട. നോക്കാലോ? യെസ്. അപ്പൊ നോക്കിക്കോളൂ. ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ഒപ്പോസ് ദ ഓട്ടോക്രാറ്റിക് റൂൾസ് ഓഫ് ദിയർ കിങ്സ് അല്ലെ. അപ്പൊ രാജാക്കന്മാരുടെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ ഈ രാജാക്കന്മാർ അവരുടെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾക്കെതിരെ പൊരുതി ജനങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇരിക്കെ 1250 CE കോമൺ ഇറയില് the King John was forced to sign the Magna Carta. കണ്ടോ? അപ്പൊ 1215 CE ഈ ഒപ്പിടുന്ന ഈ രാജാവിന്റെ പേര് ആരായിരുന്നു?
കിങ് ജോൺ ആണ് കേട്ടോ. കിങ് ജോൺ എന്ന് പറയുന്ന രാജാവിനെ വാസ് ഫോഴ്സ്ഡ്, ജനങ്ങൾ എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു കരാറിലങ്ങ് ഒപ്പുവെപ്പിച്ചു. ആ കരാറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രമാണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ 1215 ജോൺ രാജാവിനെ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. ഈ ഇരിക്കുന്നതാണ് ജോൺ രാജാവ്, ചുറ്റും ഇരിക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ. കിട്ടിയോ? യെസ്. ഇനി നോക്കിക്കേ, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് ഈ മാഗ്ന കാർട്ടയിൽ രാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച കാര്യം എന്തായിരുന്നു? It declared that the king and government are not above the law. എന്താ പറഞ്ഞേ? രാജാവും ഭരണാധികാരികളും നിയമത്തിന് മുന്നിൽ വിധേയരാണ് എന്നാണ് ഇത് പറഞ്ഞത് കേട്ടോ. അതായത് നിങ്ങൾ രാജാവാണ്, നിങ്ങൾ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ നിയമം വെറുതെ വിടുമെന്നോ, ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ്, ഞങ്ങളെ മാത്രം ശിക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ശരിയാവൂല. എങ്ങനെയാണ്? രാജാവും അതേപോലെ തന്നെ സർക്കാരും ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ മാഗ്ന കാർട്ടയിൽ രാജാവ് ഒപ്പുവെച്ചു. ഈ മാഗ്ന കാർട്ടയാണ് പിന്നീട് ദ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കേട്ടോ. മനുഷ്യാവകാശ ചരിത്രത്തിലെ വലിയ ഒരു നാഴികക്കല്ലായി മാറിയത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാഗ്ന കാർട്ട. അത് ഏതായിരുന്നു? മാഗ്ന കാർട്ടയാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പറഞ്ഞ കാര്യം? യെസ്. അടുത്ത നോക്കിക്കേ, അടുത്ത മിസ് 1688 നടന്ന ഒരു ഗ്ലോറിയസ് റവല്യൂഷൻ അഥവാ മഹത്തായ വിപ്ലവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറച്ച് പേര് ഫയർ ഒക്കെ ഇടുന്നുണ്ട്. യെസ്, കുറച്ച് വെപ്പൺസ് ഒക്കെ അയച്ച് ഇമോജീസ് ഒക്കെ, കുറച്ച് വെപ്പൺസിന്റെ ഇമോജീസ് ഒക്കെ അയച്ച് അടിപൊളി. യെസ്. അപ്പൊ നോക്കാം, 1688 അഥവാ 1688 സിയിൽ നടന്ന ഒരു ഗ്ലോറിയസ് റവല്യൂഷൻ അഥവാ മഹത്തായ വിപ്ലവമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. In the 17th century, their conflict arose between the English Parliament and autocratic monarchs. അപ്പൊ എന്താ പറയുന്നത്? 17ാം നൂറ്റാണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ്? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ഇപ്പൊ നമ്മൾ ഏത് നൂറ്റാണ്ടാണ്? യെസ്, വേഗം വരട്ടെ കേട്ടോ ആൻസർ. ഓക്കെ, അപ്പൊ 17ാം നൂറ്റാണ്ടില് രാജാക്കന്മാരും, ആരായിരുന്നു? ഓട്ടോക്രാറ്റിക് മൊണാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാര്, അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് മാത്രം ഭരിക്കുന്ന രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷമുണ്ടായി, വഴക്കുണ്ടായി. The most significant of these was the glorious revolution of 1688. അപ്പൊ ഇതിലെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1688 സിഇയിൽ നടന്ന ഈ ഗ്ലോറിയസ് റവല്യൂഷൻ. ഓക്കെ, അപ്പൊ നോക്കാം, ഇറ്റ് എൻറ്റർഡ് ദ കിങ്സ് ഓട്ടോക്രസി. അപ്പൊ ഇങ്ങനെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള സംഘർഷവും പ്രശ്നങ്ങളും എല്ലാം നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറ്റ് എൻറ്റർഡ് ദ കിങ്സ് ഓട്ടോക്രസി ആൻഡ് സ്ട്രെങ്തൻ ദ പാർലമെന്റ്സ് അതോറിറ്റി. ലാസ്റ്റ് ഇതിന്റെ ഫലമായിട്ട് റിസൾട്ട് ആയിട്ടുണ്ടായ കാര്യം എന്താണ്? രാജാധികാരം അഥവാ രാജാവിന്റെ ഭരണം കുറച്ചു അഥവാ അവസാനിപ്പിച്ചു. എന്ത് ചെയ്തു? കുറച്ചു. അതേപോലെ തന്നെ പാർലമെന്റിന് കൂടുതൽ അധികാരം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ പാർലമെന്റ് കൂടുതൽ അധികാരം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലോറിയസ് റവല്യൂഷന്റെ റിസൾട്ട് എന്തായിരുന്നു? രാജാവിന്റെ കയ്യിലുള്ള അധികാരമൊക്കെ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പക്ഷെ പാർലമെന്റിന് എന്ത് ചെയ്തു? കൂടുതൽ അധികാരം കിട്ടുകയും ചെയ്തു. ദ മൊണാർക്സ് പവർ came under parliament control. അങ്ങനെ മൊണാർക്സ് പവർ ആരുടെ കൺട്രോളിലായി? രാജാവിന്റെ, അല്ലെങ്കിൽ രാജാവ് നിയന്ത്രിച്ചു പോയിരുന്ന കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ പാർലമെന്റിന്റെ നിയന്ത്രണത്തിലായി മാറി. ആരുടെയാണ്? പാർലമെന്റിന്റെ നിയന്ത്രണത്തിലായി മാറി. This event led to the formation of the constitution. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് ആണ് നമ്മുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ഉണ്ടാവാനായിട്ട് കാരണമായത്. That empowered the parliament in England. അല്ലെ, ഇംഗ്ലണ്ടിൽ ഭരണഘടനാ സംവിധാനത്തിന് ഇതിലൂടെ വഴിയൊരുക്കപ്പെട്ടു. അങ്ങനെ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം വരികയാണ്. അതാണ് നമ്മുടെ ഗ്ലോറിയസ് റവല്യൂഷനിൽ നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അടുത്തതാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് കേട്ടോ. പഠിക്കാൻ പോകുന്നതാണ്. വേഗം നോക്കിക്കേ, പിക്ചേഴ്സ് ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് കാണാൻ പറ്റും. ദ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1776. കണ്ടോ, കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടി സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് അവിടെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താന്നുള്ളത്. യെസ്, നോക്കാം. 13 നോർത്ത് അമേരിക്കൻ കോളനീസ്. ഇവിടെ ഒരു കൗണ്ട് ആണ്, നമ്പർ ആണ് മിസ് ഇപ്പൊ പറഞ്ഞത്. 13
നോർത്ത് അമേരിക്കൻ കോളനികള് റിബൽഡ് അഗെയിൻസ്റ്റ് ദ അൺജസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. നമുക്കറിയാം അല്ലെ, ഈ ബ്രിട്ടീഷുകാരുടെ നയങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അല്ലെ. കുറെയൊക്കെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലും നമുക്ക് കുറച്ചധികം അല്ലെ, നമുക്ക് എങ്ങനെയായിരുന്നു മുഴുവനും നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. നമ്മളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുന്നു അതേ രീതിയിലൊക്കെ ദ്രോഹിച്ചിരുന്ന നയങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ 13 നോർത്ത് അമേരിക്കൻ കോളനീസ്, 13 വടക്കേ അമേരിക്കൻ കോളനികള് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ പൊരുതാണ്. അവരുടെ ആ നിയമപരമായിട്ടല്ലാതെ നല്ല രീതിയിലല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് റൂൾസിനെതിരെ അവര് പൊരുതി. അങ്ങനെ 1776 CE മീൻസ് കോമൺ എറ, നമ്മൾ പഠിച്ചതാണ് അല്ലെ, കോമൺ എറ. ദേ ഇഷ്യൂഡ് ആൻ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ CE 1776 അവർ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇറ്റ് മേഡ് പീപ്പിൾ റിയലൈസ് ദാറ്റ് ദെയർ പവർ ടു ചേഞ്ച് ഓർ റിമൂവ് ദ ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ജനങ്ങൾക്ക് അധികാരമുണ്ട് അല്ലെ. എന്തിനുള്ള അധികാരമാടാ? ഭരണകൂടത്തെ മാറ്റാനുള്ള അധികാരമുണ്ട്. നമ്മളിപ്പോ ഒരാൾ ഭരിക്കുന്നു, നമുക്ക് അവരുടെ ഭരണ രീതിയിൽ നമ്മൾ തൃപ്തരല്ല എങ്കിൽ നമുക്ക് അതിൽ പ്രതികരിക്കാനും ഭരണകൂടത്തെ മാറ്റാനും അധികാരമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അവിടെ മനസ്സിലായി. ഓക്കെ, ദ മൊമെന്റ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു മൊമെന്റ് ആണ് നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടന രൂപം കൊള്ളാൻ കാരണമായത്. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ. വിച്ച് ഇസ് ദ വേൾഡ്സ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ് അല്ലെ. അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഫ്രഞ്ച് വിപ്ലവം കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കുറച്ച് ഫയർ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. ഫയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറ്റ് ഹാർട്ടോ പർപ്പിൾ ഹാർട്ടൊക്കെ ഒന്ന് ഇട്ടേ നോക്കട്ടെ. ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം കേട്ടിട്ടുണ്ടോ എന്നുള്ളത്. യെസ്, നോക്കാം. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. 1789 ആണ് നമ്മുടെ വർഷം. ഇവിടെ നമ്മുടെ വർഷം വരുന്നത് 1789 ആണ്. ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് റിവോൾട്ടഡ് വിത്ത് ദ സ്ലോഗൻ. അപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ ജനങ്ങള് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം അഥവാ സ്ലോഗൻ ആയിരുന്നു എന്ത്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. എന്താണ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഒന്നുകൂടി പറഞ്ഞേ. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം. അപ്പൊ നോട്ട് ചെയ്യണേ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും മക്കളെ ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യം അഥവാ സ്ലോഗൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയണം? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമായിരുന്നു എന്ന് പറയണം. ഓക്കെ, നോക്കാം. ദി റവല്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് സോവറൈൻ പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ, നോട്ട് ദ കിങ്. കണ്ടോ? അപ്പൊ എന്താ പറയുന്നേ? പരമാധികാരം അല്ലെങ്കിൽ രാജാധികാരത്തിന് പകരം ജനാധിപത്യ ആശയമാണ് അംഗീകരിക്കപ്പെട്ടത്. കണ്ടോ? ഇവരുടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനിൽ പറഞ്ഞത് രാജാധികാരം, രാജാക്കന്മാർ ഭരിക്കുന്ന രീതിയും അവരുടെ അധികാരവും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തിക്കോ. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭരണ അധികാരമുള്ളത് ആരാണ്? ജനാധിപത്യ ആശയം എന്നായിരുന്നു ഇവര് പറഞ്ഞത്. പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ, ജനങ്ങൾക്കാണ് അധികാരം. അതാണ് ജനാധിപത്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടു. ദ മേക്കിംഗ് ദ കിങ്സ് പവർ സബോർഡിനേറ്റ് ടു ഇറ്റ്. ഫ്രാൻസിൽ ഭരണഘടന രൂപപ്പെട്ടു. രാജാവിന്റെ അധികാരങ്ങൾ അതിന് വിധേയമായി. കണ്ടോ? അപ്പൊ അങ്ങനെ ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ പതിയെ 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 കുറഞ്ഞ് അതിൽ നിന്ന് വിധേയമായി പോവുകയൊക്കെ ചെയ്യാൻ ചെയ്തു. These events showed that unified code of law is vital for the welfare and progress of people. ജനങ്ങളുടെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം എന്ത് വേണം? കൃത്യമായ ഒരു കോഡ് ഓഫ് ലോ, നിയമങ്ങളും കാര്യങ്ങളെല്ലാം വേണമെന്ന് ഈ ഫ്രഞ്ച് റവല്യൂഷൻ നമ്മെ പഠിപ്പിച്ചു. The struggle against the oppression paved the way for the constitutions of worldwide. അങ്ങനെ ഇവിടെ ഈ നമ്മളിപ്പോ പറഞ്ഞത് ഫ്രാൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി എന്നാണ് പറഞ്ഞത് അല്ലെ. ഫ്രഞ്ച് റവല്യൂഷൻ 1789 ഫ്രഞ്ച് റവല്യൂഷൻ മൂലം എവിടെയാണ് മക്കളെ?
ഫ്രാൻസിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് അല്ലെ. എന്നാൽ എന്താ സംഭവിച്ചത്? പതിയെ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിസൾട്ട് ആയിട്ട് വേൾഡ് വൈഡ് ലോകമെമ്പാടും കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാനായിട്ട്, ഭരണഘടന ഉണ്ടാവാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കും ഒരു ഭരണഘടന വരുന്ന കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ പഠിക്കും അത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് അഥവാ പലതരത്തിലുള്ള ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഭരണഘടന എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റും. ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കും ഇവിടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എഴുതി വെച്ചിട്ടുള്ള അല്ലെ, ലിഖിതമായിട്ടുള്ള നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലിഖിത ഭരണഘടന എന്ന് വിളിക്കുന്നത്. എന്നാൽ അൺറിട്ടൺ എന്താണ്? അൺറിട്ടൺ അഥവാ അലിഖിത ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഭരണഘടനയെ നമുക്ക് എന്ത് വിളിക്കാം? അലിഖിത ഭരണഘടന എന്ന് വിളിക്കാം. ഇനി പ്രോസസ് ഓഫ് അമാൻമെന്റ് നമുക്ക് എങ്ങനെയാണ്? റിജിഡ് ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ദൃഢമായതും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ അയവുള്ളതും, നമുക്ക് വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങളും തിരുത്തലൊക്കെ വരുത്താൻ പറ്റുന്ന അയവുള്ള രീതിയിലുള്ളതും. ദെൻ മെത്തേഡ്സ് ഓഫ് ഫോർമേഷൻ, രൂപീകരണം കൊണ്ട രീതി എങ്ങനെയാണ്? ഇനാക്റ്റഡ് നടപ്പിലാക്കിയതും അതേപോലെ തന്നെ ഇവോൾവ്ഡ് അല്ലെ, ഓൾറെഡി നമ്മൾ നടപ്പിലാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഇവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പരിണമിച്ച് ഫോം ചെയ്തതോ ആവാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് രൂപം കൊണ്ടതും ആവാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മക്കളെ, ഇവിടെ നിങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൂട്ടത്തില് ഓരോ എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കാം. നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എടാ ഇന്ന രാജ്യത്തിന്റെ ഏത് തരത്തിലുള്ള ഭരണഘടനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റണം അത് റിട്ടൺ ആണോ, അൺറിട്ടൺ ആണോ, അല്ലെങ്കിൽ റിജിഡ് ആണോ, ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് പറയാൻ പറ്റണം. ഓക്കെ, റെഡി ആണെങ്കിൽ ഒന്ന് സെറ്റ് ആയിട്ട് തംസ് അടിച്ച് എല്ലാവരും അവിടെ ഇരുന്ന്. യെസ്, മിസ്സിന് ഇവിടെ നിന്നാ കാണാൻ പറ്റും നിങ്ങൾ തംസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കോടാ, written constitution അഥവാ ലിഖിത ഭരണഘടന. A written constitution is the one in which fundamental principles and laws of country, കണ്ടോ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അടിസ്ഥാന പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ലോസ് നിയമങ്ങളെല്ലാം എങ്ങനെയായിരിക്കും അവിടെ? എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ ലിഖിത ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനുദാഹരണം നമ്മുടെ ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ഇവരുടെ എല്ലാവരുടെയും എങ്ങനെയുള്ള ഭരണഘടനയാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് നമുക്ക് തന്നെ മലയാളം കൊണ്ടൊന്ന് വായിക്കാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഫണ്ടമെന്റൽ ലോസും നിയമങ്ങളും പ്രിൻസിപ്പിൾസും എല്ലാം തന്നെ എങ്ങനെയായിരിക്കും? നമ്മൾ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എഴുതി തയ്യാറാക്കി പുസ്തകം പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ലിഖിത ഭരണഘടന എന്ന് വിളിക്കാം. നമ്മുടെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും എല്ലാം എന്താണ്? ലിഖിത ഭരണഘടനയാണ് അല്ലെ. എന്നാൽ അലിഖിത ഭരണഘടന എങ്ങനെയാണ്? ഇവിടെ ലിഖിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എഴുതി വെക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അലിഖിതം എങ്ങനെയായിരിക്കും? An unwritten constitution is the one in which fundamental principles അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും നോട്ട് റിട്ടേൺ എഴുതി വച്ചിട്ടില്ലാത്ത, എങ്ങനെയാണ്? എഴുതി വച്ചിട്ടില്ലാത്തതിനെ നമുക്ക് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ അലിഖിത ഭരണഘടന എന്ന് വിളിക്കാം. അതിന് ഉദാഹരണം ഏതൊക്കെ രാജ്യങ്ങളാണ്? യുണൈറ്റഡ് കിങ്ഡം അല്ലെ, UK പറയാം, ന്യൂസിലാൻഡ് പറയാം. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് നമുക്ക് അലിഖിത ഭരണഘടനയുടെ ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? യെസ്. അതിന്റെ മലയാളം നോക്കിക്കടാ. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തത്, കണ്ടോ, എഴുതപ്പെടാത്ത പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമായ രീതിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണഘടനയെ നമുക്ക് അലിഖിതം എന്ന് വിളിക്കാം. യുണൈറ്റഡ് കിങ്ഡംസും ന്യൂസിലാൻഡുമാണ് അതിന്റെ ഉദാഹരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് റിജിഡ്, ദൃഢമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the rigid constitution is the one in which making changes or amendments അല്ലെ, ചേഞ്ചസ് വരുത്താന്നുള്ളത് സ്ട്രിക്റ്റ് പ്രൊസീജിയർ ആയിരിക്കും. അത്ര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയായിരിക്കും? വളരെ കർക്കശമായ രീതിയായിരിക്കും. നോക്കുക, മാറ്റം വരുത്തുന്നത് കർക്കശമായ നടപടിക്രമങ്ങൾ വേണ്ടി വരുന്നു. ഉദാഹരണം അമേരിക്കയുടെയും അതേപോലെ തന്നെ ഓസ്ട്രേലിയയുടെയൊക്കെ എങ്ങനെയാണ്? റിജിഡ് ആണ്. മാറ്റം വരുത്തണമെങ്കിൽ കുറച്ചധികം പ്രൊസീജിയേഴ്സും നടപടികളൊക്കെ ഉണ്ട്. എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വൺ ഇൻ വിച്ച് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി, വളരെ എളുപ്പത്തിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ യുണൈറ്റഡ് കിങ്ഡംസും ന്യൂസിലാൻഡും കേട്ടോ. എന്തായിരുന്നു? വളരെ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടന. ഓക്കെ, അടുത്ത് നോക്കുക, ഇനാക്റ്റഡ് അഥവാ ഇവോൾവ്ഡ്. എന്താണ് ഇനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ?
An enacted constitution is one that is drafted and implemented after the formation of constituent assembly. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇനി പറയും, മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല നമ്മുടെ ഭരണഘടന അല്ലേ. ഒരുപാട് നാൾ സമയമെടുത്ത് ഒരുപാട് അതിലുള്ള നല്ല അറിവും വിദ്യാഭ്യാസവും സമ്പന്നരായിട്ടുള്ളവർ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നതിന് മുന്നേ അതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താ, ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അതിന് മുന്നേ ഫോം ചെയ്ത ഒരു സഭ, ഭരണഘടന നിർമ്മാണ സമിതി എന്നൊക്കെ വിളിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടം ചേർന്നിരുന്ന് തീരുമാനിച്ച് എന്ത് വരുന്നത്, ഒരു ഭരണഘടന വരുന്നെങ്കിൽ അതിന് നമുക്ക് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. അതിന് ഉദാഹരണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും. എന്താണ് നോക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയുടെ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം, ആദ്യം ഭരണഘടന ഉണ്ടാവുന്നതിന് മുന്നേ ഒരു നിർമ്മാണ സഭ അവിടെ ഫോം ചെയ്തു, അല്ലെങ്കിൽ കൗൺസിൽ ഉണ്ടായി. അതിനുശേഷമാണ് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയെങ്കിൽ അതിനെ നമുക്ക് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നടപ്പിലാക്കിയത് എന്നുള്ള രീതിയിൽ പഠിക്കാം. അതിന് ഉദാഹരണമാണ് അമേരിക്കയും ഐക്യരാഷ്ട്ര, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയൊക്കെ അതിന് ഉദാഹരണമാണ്. കാരണം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വളരെ 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 കടപ്പാടായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പോലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് മഹത്തായ വ്യക്തികളെല്ലാം മുന്നേ കൂടി ചേർന്നിരുന്ന് തീരുമാനിച്ചാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാകിയ ഇന്ന് നമ്മൾക്കുള്ള രീതിയിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പരിണമിച്ചത് എങ്ങനെയാണ്, വൺ ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഓവർ ടൈം അല്ലെ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സഭയോ കാര്യങ്ങളൊന്നും മുന്നേ കൂടിയിട്ടൊന്നും ആയിരിക്കില്ല. എങ്ങനെയാണ്, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ടത്, പതിയെയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ടത്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ എന്നീ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളും വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡയും ഈ പറഞ്ഞ ഇവോൾവ്ഡിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണോടാ പറഞ്ഞ കാര്യം? യെസ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, ക്വാളിറ്റീസ് അഥവാ എന്താണ് നോക്കി, നമ്മുടെ ഭരണഘടനയുടെ ആവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാന്ന്. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ അങ്ങനെ വേണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോന്നും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടോ, സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ഡൈനാമിക്, കണക്ഷൻസ്, ദെൻ ബ്രിഫിറ്റി, അതേപോലെ തന്നെ ക്ലിയറിറ്റി. ഇതെല്ലാം നമുക്ക് എവിടെ പറയാം, ഇതിന്റെ ഓരോരോ ക്വാളിറ്റീസ് ആയിട്ട് പറയാം. ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഏതൊക്കെയാണ്, സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അതേപോലെ അനുയോജ്യത. ഇതെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്ക് ആവശ്യമായ ഗുണങ്ങളാണ്. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചെന്നുള്ളത്. യെസ്, എന്നിട്ട് നമുക്ക് നോക്കാം. യെസ്, നമ്മൾ ഇന്ന് പഠിച്ചത് പുതിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയ്ക്ക് ഒരു മുഖപുര എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതിൽ ആദ്യം തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എന്താ, ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ച് പഠിക്കാനാണ് അല്ലെ. പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ മുൻഗാമികൾ. ദെൻ കോഡ് ഓഫ് ഹമ്രാബി അല്ലെ, ഹമ്രാബിയുടെ നിയമസംഹിതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ് ആരായിരുന്നു? വേഗം ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. കിങ് ജോൺ ആണ്. ഏത് വർഷമാണോ ഒപ്പുവെച്ചത്? 1215 അദ്ദേഹം ഒപ്പുവെച്ചത്. എല്ലാവരും കൂടി പിടിച്ചിരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു എന്നുള്ളതാണ്. ദെൻ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെ, മഹത്തായ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1688 ഉണ്ടായ മഹത്തായ വിപ്ലവം പറഞ്ഞു. ദെൻ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. വർഷം എന്നായിരുന്നു? 1776 ആണ് കേട്ടോ മക്കളെ. ഇവിടെ നമുക്ക് സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ ഓരോ വർഷം എഴുതിയിട്ട് അതിന് നേരെ നടന്ന സംഭവം കൂടി നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചു നോക്കാൻ പറ്റും. ടൈം ലൈനൊക്കെ തയ്യാറാക്കിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും കുട്ടികളോട് കൃത്യമായിട്ട് ടൈം ലൈൻ ഉണ്ടാക്കുക. അതിൽ നിന്ന് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ച് നമ്മൾ പോളൊക്കെ നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതേപോലെ കൃത്യമായിട്ട് ചെയ്തു വെക്കാം. ഇനി ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വർഷം 1789 CE അഥവാ 1789 CE ആണ് വർഷം വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു അല്ലെ. റിട്ടൺ, ലിഖിതം, അൺറിട്ടൺ, അലിഖിതം. റിജിഡ്, ദൃഢമായത്, ഫ്ലെക്സിബിൾ, അയവുള്ളത്, ഇനാക്റ്റഡ്,
നടപ്പിലാക്കിയത്, ദെൻ ഇവോൾവ്ഡ്, പരിണമിച്ചത്. ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ട എന്താണ് നമ്മൾ പറഞ്ഞത്? ക്വാളിറ്റീസ് ആണോ? യെസ്, എസെൻഷ്യൽ, ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, ആവശ്യ ഗുണങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് ഉഷാറായിട്ട് പഠിച്ചോളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.